ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഗീതാഞ്ജലി മല്ലി വച്ചണ്ടി എന്ന ഒരു തമിഴ് മൂവിയാണ്. സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു പ്രേത ബംഗ്ലാവിലേക്ക് എത്തുന്ന നായിക ഒരു കൂട്ടം ആൾക്കാരും അവർക്ക് അവിടെ സംഭവിക്കുന്ന കുറെ അധികം കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറയുന്ന ഒരു ഹൊറർ മൂവിയാണിത്. അപ്പൊ ഈ ഒരു സ്റ്റോറി മുഴുവനായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി കാണിക്കുന്നു. ഇപ്പൊ സമയം പാതിരാത്രി ആയിട്ടുണ്ട്. എന്നാൽ എന്തോ വർക്ക് തീരാത്തതുകൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രം, അതായത് ഒരു ലേഡി സ്റ്റാഫ് മാത്രം അവിടെ ഇരുന്ന് ആ ജോലി തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ നേരം ഇരുന്ന് ആ ജോലി തീർത്തതിന് ശേഷം അവൾ എച്ച്ആറിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, സാറേ ഞാൻ ആ ജോലി തീർത്തു. ഞാൻ ഈ നേരം വരെ ഇരുന്ന് ഇത്രയും കഷ്ടപ്പെട്ട ആ ജോലി തീർത്തത്, ഈ ജോലി എത്രയും വേഗം തീർക്കുവാണെങ്കിൽ അബ്രോഡുള്ള കമ്പനിയുടെ ബ്രാഞ്ചിലേക്ക് എനിക്ക് പ്രൊമോഷൻ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് സാർ എത്രയും വേഗം അത് ശരിയാക്കി തരണം. ഇത് കേൾക്കുന്ന സമയത്ത് അയാളെ ചുറ്റും ഒന്ന് നോക്കുവാണ്. ഇത്രയും നേരമായതുകൊണ്ട് തന്നെ ഓഫീസിലുള്ള എല്ലാവരും പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് അയാൾ ആ പെണ്ണിനോട് അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുവാണ്. നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഞാൻ അവിടെ ജോലി വാങ്ങിത്തരാം, പക്ഷെ നീ എന്നോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞ് ആ പെണ്ണിനോട് അയാളെ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങുന്നു. അപ്പൊ ആ പെണ്ണ് എച്ച്ആറിനെ തള്ളിവിട്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഇതേ സമയം തന്നെ അവളെ പിടിക്കാൻ വേണ്ടി എച്ച്ആർ പുറകെ ഓടി വരുന്നുണ്ടെങ്കിലും അതേസമയം എന്തോ ഒരു ശക്തി അയാളെ തടയുന്നു. അയാളുടെ കഴുത്തിലൂടെയും കയ്യിലൂടെയും കാലിലൂടെയും ഒക്കെ കമ്പ്യൂട്ടറിന്റെ കേബിൾ കൊണ്ട് ആ ശക്തി കെട്ടുവാണ്. അതിനുശേഷം അയാളെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിവിട്ട് ആ ശക്തി അയാളെ തീർക്കുന്നു. അടുത്ത ദിവസം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആ ഓഫീസിന്റെ ആൾക്കാര് അവിടേക്ക് ഒരു സ്വാമിനെ കൂട്ടിക്കൊണ്ട് വരുവാണ്. അങ്ങനെ സ്വാമി അവിടെ ഒരു പൂജയെല്ലാം ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുവാണ്, ഇവിടെ ഒരു ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്, എത്രയും വേഗം അതിനെ ബന്ധിച്ച് ഇവിടുന്ന് കൊണ്ടേ കളയണം, ഇല്ലെങ്കിൽ ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഓഫീസിന്റെ ആൾക്കാര് അതിനുവേണ്ട പെർമിഷൻ ആ സ്വാമിക്ക് കൊടുക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു വലിയ പൂജ ചെയ്ത് ഒരു ബൊമ്മയിലേക്ക് അവിടുത്തെ ആത്മാവിനെ അയാൾ ആവാഹിച്ചെടുക്കുന്നു. അതിനുശേഷം അയാളുടെ കൂടെയുള്ള സ്വാമിമാരുടെ അടുത്ത് ആ ബൊമ്മ കൊടുത്തു വിടുവാണ്. അത് ദൂരെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടേ കുഴിച്ചിടാൻ പറഞ്ഞിട്ട്. അങ്ങനെ അവര് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടേ അത് കുഴിച്ചിടുന്നുണ്ട്. ഈ സമയത്താണ് ആ ബൊമ്മയ്ക്കകത്ത് ആ സ്വാമി ആവാഹിച്ച ആ പ്രേതത്തിനെ കാണിക്കുന്നത്. അവളുടെ പേര് ഗീതാഞ്ജലി എന്നായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഗീതാഞ്ജലി മരിച്ചത്. എങ്ങനെയാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവൾ ആ സമയത്ത് ഒരു വലിയ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയം ആ കമ്പനിയുടെ ഓണർക്ക് ഗീതാഞ്ജലിന്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു. അങ്ങനെ അതിനാഗ്രഹിച്ച് നടന്ന അയാൾ ഒരു സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗീതാഞ്ജലി അവളുടെ കാമുകന്റെ കൂടെ എവിടെയൊക്കെ പോകുന്ന സമയം അവരെ രണ്ടുപേരെയും കിഡ്നാപ്പ് ചെയ്ത് ഗീതാഞ്ജലിന്റെ കാമുകനെ അടിച്ച് അവശനാക്കി ഒരു സ്ഥലത്തിട്ടിട്ട് ഗീതാഞ്ജലിനെ പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്തു. അങ്ങനെ അയാൾ അവളെ കൊന്നുകളഞ്ഞു. അങ്ങനെ നരകയാതന ഏറ്റുവാങ്ങി മരിച്ചുപോയ ഗീതാഞ്ജലി പിന്നീട് പ്രേതമായി വരുവാണ്. എന്നിട്ട് അവളോട് അത്രയും വലിയ തെറ്റ് ചെയ്ത ആ വ്യക്തിനെ ക്രൂരമായി കൊന്നുകളയുന്നു. അതിനുശേഷം ഗീതാഞ്ജലിന്റെ ആത്മാവ് ഇതുപോലെ പെണ്ണുങ്ങളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെ എത്തി ഇതേപോലെ അവരെ കൊന്നുകളഞ്ഞ അവരിൽ നിന്ന് ആ പെണ്ണുങ്ങളെ സേവ് ചെയ്യും. അതുപോലെ ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അടുത്ത സീനിൽ ആ സ്വാമി പറഞ്ഞിട്ട് അയാളുടെ ആൾക്കാരെ ബൊമ്മ കുഴിച്ചിട്ട് ആ സ്ഥലം കാണിക്കുന്നു. എന്തോ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവിടുന്ന് മണ്ണെടുക്കുവാണ്. അങ്ങനെ ആ കൂട്ടത്തിൽ അവർ കുഴിച്ചിട്ട ബൊമ്മയും അങ്ങനെ ആ മണ്ണിന്റെ കൂട്ടത്തിൽ പോകുന്നുണ്ട്. അടുത്ത സീനിൽ ആ കയറ്റിക്കൊണ്ട് പോയ മണ്ണാണെങ്കിൽ അവരൊരു സ്ഥലത്ത് കൊണ്ടേ കുടഞ്ഞിടുന്നു. ഈ സമയം അതിന്റെ കൂട്ടത്തിൽ നിന്ന് ആ ബൊമ്മേനെ ഒരു ചെറിയ പെൺകുട്ടിക്ക് കിട്ടുന്നു. അടുത്ത സീനിൽ ഒരു വലിയ സിനിമാ നടനാണെന്ന് ആഗ്രഹിക്കുന്ന ഈ മൂവിലെ നായകനെ കാണിക്കുന്നു. ഒരു നടനാവണമെന്ന് ആഗ്രഹിച്ച് നായകൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചെന്ന് ചാൻസ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ നായകന് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടില്ല. നായകനെ പോലെ തന്നെ സിനിമാ മോഹമായിട്ട് നടക്കുന്ന രണ്ടുമൂന്ന് ഫ്രണ്ട്സ് നായകന്റെ കൂടെയുണ്ട്. അവരുടെ കയ്യിൽ ഒരു കിടിലൻ കഥയുണ്ട്. അത് ഏതെങ്കിലും പ്രൊഡ്യൂസറോട് സംസാരിച്ച് പ്രൊഡ്യൂസർക്ക് ഇഷ്ടാവുകയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാലോ എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവരൊരു പ്രൊഡ്യൂസറോട് സംസാരിക്കുന്നു. അങ്ങനെ ആ പ്രൊഡ്യൂസർക്ക് ആ കഥ ഇഷ്ടാവുകയാണ്. അങ്ങനെ പ്രൊഡ്യൂസറിന്റെ അസിസ്റ്റന്റ് നായകന്റെ കൂട്ടുകാരുടെ അക്കൗണ്ടിലേക്ക് അഡ്വാൻസ് എല്ലാം അയച്ചു കൊടുത്ത് എത്രയും വേഗം മൂവി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അവർ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സന്തോഷിക്കുന്നു. അടുത്ത സീനിൽ ആ ബൊമ്മ കിട്ടി ആ ചെറിയ പെൺകുട്ടീനെ കാണിക്കുന്നു. ആ പെൺകുട്ടി ഇപ്പൊ ആ ബൊമ്മേനെ കഴുകി നല്ല വൃത്തിയാക്കി അത് വഴിയെടുത്ത് കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുവാണ്. ഈ സമയമാണ് അവിടെ കൂടി വണ്ടി ഓടിച്ചുണ്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വരുന്നത്. അങ്ങനെ അയാൾ ഈ പാവ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ പൈസ കൊടുത്ത ആ കുട്ടീന്റെ കയ്യിൽ നിന്ന് അയാൾ ആ ബൊമ്മ വാങ്ങിയെടുക്കുന്നു. അടുത്ത സീനിലെ മൂവിയിലെ നായിക അഞ്ജലിനെ കാണിക്കുവാണ്. അഞ്ജലി ആരാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ ഗീതാഞ്ജലി എന്ന് പറയുന്ന ആ പ്രേതമില്ലേ, അവളുടെ അനിയത്തിയാണ്. ഇപ്പൊ നമ്മുടെ നായികയായ അഞ്ജലി ആണെങ്കിൽ ഊട്ടിയിലെ ഒരു റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയം അവിടേക്ക് ആ മിമിക്രി ആർട്ടിസ്റ്റ് ആ പാവേനെ കൊണ്ട് എത്തുന്നുണ്ട്. ആ പാവയിലുള്ള ഗീതാഞ്ജലി നമ്മുടെ നായികന്റെ സിസ്റ്റർ അല്ലേ. അങ്ങനെ ആത്മാവ് അനിയത്തിനെ കാണുവാണ്. ഇതേ സമയം നമ്മുടെ നായകനെയും കൂട്ടുകാരെയും കാണിക്കുന്നു. അവരിപ്പോ ആ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് അയാളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുവാണ്. ഈ സമയത്ത് അയാൾ പറയാണ്, നിങ്ങളുടെ കഥയിൽ ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്താം, എന്നിട്ട് നമുക്ക് ആ ഒരു രീതിക്ക് ഫിലിം മേക്ക് ചെയ്യാം, എന്നാൽ മാത്രമേ മൂവി കയറുള്ളൂ. ഇത് കേൾക്കുന്ന അവര് ചേഞ്ചസോ എന്ത് വേണമെങ്കിലും വരുത്തിക്കോട്ടെ, മൂവി ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ഹൊറർ മൂവി ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു വലിയ ബംഗ്ലാവ് വേണം. കണ്ട ഒരു പ്രേത ബംഗ്ലാവ് തോന്നിക്കുന്ന ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബിൽഡിംഗ് എനിക്ക് അറിയാമെന്നും പറഞ്ഞ് അവിടേക്ക് ഇപ്പൊ അയാള് അവരെ പറഞ്ഞു വിടുവാണ്. അങ്ങനെ ഇപ്പൊ ആ സ്ഥലം പോയി നോക്കുമ്പോൾ നമ്മുടെ നായകനും കൂട്ടുകാർക്കും
ഭയങ്കര ഇഷ്ടമാവുന്നു. അങ്ങനെ ലൊക്കേഷനെല്ലാം കണ്ട് അവർ തിരിച്ചു വരുന്ന സമയം അവിടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ കയറി അവർ ചായ കുടിക്കുവാണ്. ഈ സമയമാണ് ആ ചായക്കടക്കാരൻ ആ ബംഗ്ലാവിന്റെ കഥയെല്ലാം ഇവരോട് പറയുന്നത്. വലിയ നർത്തകനായ ശാസ്ത്രി എന്ന് പറയുന്ന വ്യക്തിന്റെ ബംഗ്ലാവായിരുന്നു അത്. അയാൾക്കൊരു ഭാര്യയും 2 പെൺമക്കളും ഉണ്ടായിരുന്നു. നർത്തകനായ ശാസ്ത്രി 2 പെൺമക്കളെയും നൃത്തമെല്ലാം പഠിപ്പിച്ചിരുന്നു. രണ്ടുപേരും നന്നായിട്ട് ഡാൻസ് എല്ലാം കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തോടെ വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാസ്ത്രിന്റെ മൂത്ത മകള് ഒരു പയ്യനെ സ്നേഹിച്ച് അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെ ആ ഒരു കാര്യം ശാസ്ത്രിനെ വല്ലാതെ ഡൗൺ ആക്കി. അങ്ങനെ അയാൾ അതിൽ നിന്ന് റിക്കവർ ആവാൻ കുറെ ടൈം എടുത്തു. അങ്ങനെയിരിക്കുന്ന ആ സമയത്ത് മൂത്ത മകളെ പോലെ തന്നെ രണ്ടാമത്തെ മകളും ഒരു പയ്യനെ സ്നേഹിച്ച് അവന്റെ കൂടെ ഇറങ്ങി പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ കാര്യം ശാസ്ത്രിയും ഭാര്യയും എങ്ങനെയും അറിയുന്നു. അങ്ങനെ അവളെ തടയുന്നു. എന്നിട്ട് അവളെ മുറി പൂട്ടിയിടുവാണ്. അതുപോലെ ശാസ്ത്രി കുറച്ച് ആൾക്കാരെ ഏർപ്പാടാക്കി അവളെ സ്നേഹിക്കുന്ന പയ്യനെ വേണ്ട രീതിയിൽ പെരുമാറുന്നു. അങ്ങനെ ആ മനോവിഷമം കൊണ്ട് ആ പയ്യനാണെങ്കിൽ സൂയിസൈഡ് ചെയ്യുവാണ്. അവിടുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ശാസ്ത്രി മുറിയിൽ പൂട്ടിയിട്ട അയാളുടെ മകളീ കാര്യം അറിയുന്നത്. അവനില്ലാത്ത ഈ ലോകത്ത് ഞാനും ജീവിച്ചിരിക്കുന്നില്ല എന്നും പറഞ്ഞ് ആ ഒരു വിഷമം കൊണ്ട് അവള് സ്വയം തീ കൊളുത്തി മരിക്കുവാണ്. എന്നാൽ അവള് മാത്രമല്ല അവിടെ മരിക്കുന്നത്. ആ തീ ആളി പടർന്ന് ആ വീട് മുഴുവൻ കത്തുന്നു. അങ്ങനെ ശാസ്ത്രിയും ഭാര്യ ഉൾപ്പെടെ അവര് 3 പേരും മരിക്കുവാണ്. അങ്ങനെ ഇവിടുന്ന് ഒരു കുറച്ചുനാൾ കഴിഞ്ഞ് ആ ബംഗ്ലാവ് ആരൊക്കെ കൂടി ഏറ്റെടുക്കുന്നു. എന്നിട്ട് മഹാലക്ഷ്മി ഗസ്റ്റ് ഹൗസ് എന്നും പറഞ്ഞ് അവരതൊരു ലോഡ്ജ് ആക്കുവാണ്. എന്നാൽ ആ ലോഡ്ജിലേക്ക് ഒരാണും പെണ്ണും താമസിക്കാൻ വേണ്ടി വന്ന അവർക്ക് അവിടെ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാവുമായിരുന്നു. അവിടെയുള്ള ആ ശാസ്ത്രിന്റെയും കുടുംബത്തിന്റെ ആത്മാക്കള് അവരെ ടോർച്ചർ ചെയ്യും. അങ്ങനെ ഈ ഒരു പ്രശ്നം വല്ലാതെ കൂടുന്ന സമയം വേറെ നിവൃത്തിയില്ലാതെ അവർക്ക് ആ ലോഡ്ജ് അടച്ചു പൂട്ടേണ്ടി വരുന്നു. പ്രസന്റിൽ അതൊരു പ്രേത ബംഗ്ലാവ് പോലെ അങ്ങനെ കൂട്ടിക്കിടക്കുവാണ്. അങ്ങനെ ചായക്കടക്കാരൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയം ഇതൊന്നും വലിയ കാര്യമാക്കാതെ സിനിമ എടുക്കാനുള്ള ആ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് നായകനും കൂട്ടുകാരും അവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. കുറെ നാളത്തെ ആ ബംഗ്ലാവ് അങ്ങനെ പൂട്ടിക്കിടക്കുമായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു പ്രേത ബംഗ്ലാവ് എങ്ങനെയാണോ ആ ഒരു അപ്പിയറൻസ് എല്ലാം അതിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെറ്റൊന്നും ഇടേണ്ട ആവശ്യം വരില്ല എന്ന് ഈ സമയത്ത് അവരങ്ങനെ പറയുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ നായികയെ അഞ്ജലിനെ കാണിക്കുന്നു. അവളിപ്പോ ഒരു പയ്യനുമായി പ്രണയത്തിലാണ്. എന്നാൽ കല്യാണം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി എന്നാണ് അവരുടെ തീരുമാനം. അടുത്ത സീനിൽ ആ മിമിക്രി ആർട്ടിസ്റ്റിനെ കാണിക്കുവാണ്. അയാളിപ്പോ ഒരു സ്റ്റേജ് ഷോയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നു. അയാളിപ്പോ മിമിക്രി ചെയ്യുന്നത് അന്ന് അയാൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ബൊമ്മേനെ വെച്ചിട്ടാണ്. അങ്ങനെ മിമിക്രീന്റെ സമയത്ത് ആ ബൊമ്മയ്ക്ക് സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അയാൾ ആ ബൊമ്മേനെ പോലെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും കയ്യിലിരിക്കുന്ന അയാളുടെ ബൊമ്മ തനിയെ സംസാരിക്കുവാണ്. ഇത് കേട്ട് അയാൾ ആകെ ബ്ലാങ്ക് ആവുന്നു. എന്നാൽ കാണികൾ വിചാരിക്കുന്നത് ഇത് ഇയാൾ ഉണ്ടാക്കുന്ന സൗണ്ട് ആണെന്നാണ്. അങ്ങനെയൊന്ന് ഷോ എല്ലാം കഴിഞ്ഞ് അയാൾ റൂമിലേക്ക് എത്തിയിട്ട് ആ ബൊമ്മ എന്നോട് സംസാരിക്കുവാണ്. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കാണുന്നത് വല്ല സ്വപ്നമെങ്ങാനുമാണോ? ഇനി എന്തായാലും നിന്നെ എനിക്ക് വേണ്ട. ഇങ്ങനെയും പറഞ്ഞ അയാളാണെങ്കിൽ അവിടെയുള്ള ഒരു മലേന്റെ മുകളിൽ പോയി അതിനെ താഴേക്ക് വലിച്ചെറിയുന്നു. അത് കഴിഞ്ഞ് അയാൾ സമാധാനത്തോടുകൂടി വന്ന് കിടന്നുറങ്ങുവാണ്. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയം അയാൾ ഇന്നലെ എറിഞ്ഞു കളഞ്ഞ ആ ബൊമ്മ ഇപ്പൊ അയാളുടെ കൂടെ കാട്ടിലേക്ക് കിടക്കുന്നു. അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ട് അയാൾ അകഞ്ഞെട്ടുന്നു. അപ്പൊ താൻ സംശയിച്ച പോലെ ഈ ബൊമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അയാൾ അതിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ ആ മൂവിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നടക്കുന്ന നായകനെയും കൂട്ടുകാരെയും കാണിക്കുന്നു. ഈ സമയത്ത് ആ പ്രൊഡ്യൂസർ വരെ കോൾ ചെയ്ത് പറയുവാണ്, ഊട്ടിയിൽ ഇവിടെ അടുത്ത് ഒരു ചായക്കടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണുണ്ട്. അവളുടെ പേര് അഞ്ജലി. അവള് നമ്മുടെ മൂവി ക്യാപ്റ്റാണ്. സോ നായികയായി നമുക്ക് അവളെ ചൂസ് ചെയ്യാം. ഇങ്ങനെല്ലാം പറഞ്ഞ് അവളെ പോയി കാണാൻ ഇവരോട് ആ പ്രൊഡ്യൂസർ പറയുവാണ്. അങ്ങനെ ഇപ്പൊ അവര് പോയിട്ട് അവളെ മീറ്റ് ചെയ്യുന്നു. നായകന്റെ ഈ കൂട്ടുകാർക്ക് ഓൾറെഡി അഞ്ജലിനെ പരിചയം ഉണ്ടായിരുന്നു. ഇവര് പണ്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ അവര് വീണ്ടും കണ്ടുമുട്ടുന്നത്. അത് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് അവർ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത സീനില് അവരെ ബംഗ്ലാവിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതായിട്ട് കാണിക്കുന്നു. ഷൂട്ടിംഗ് എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ കുറച്ച് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളും അവിടെ നടക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം പ്രൊഡ്യൂസറിന്റെ അസിസ്റ്റന്റ് നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാളോട് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതൊക്കെ വെറും തോന്നലാണെന്നും പറഞ്ഞ് അയാൾ അവിടെ ആ സീൻ ഒതുക്കുന്നു. അവിടെ തന്നെ ഷൂട്ടിംഗ് നടക്കണമെന്നും പറഞ്ഞ് അയാൾ വാശി പിടിക്കുന്നു. അങ്ങനെ അയാൾ വാശി പിടിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അത് ഈ സമയത്താണ് പറയാൻ തുടങ്ങുന്നത്. നായകന്റെ ചേച്ചിയായ ഗീതാഞ്ജലിനെ അന്ന് റേപ്പ് ചെയ്ത് കൊന്ന ഒരു വലിയ ബിസിനസ്മാൻ ഇല്ലേ, അയാളുടെ മകനായിരുന്നു ഈ പ്രൊഡ്യൂസർ. അന്ന് ഗീതാഞ്ജലിന്റെ ആത്മാവ് സഹോദരിയായ അഞ്ജലിന്റെ ശരീരത്തിൽ കയറിയാണ് ആ ബിസിനസ്മാനെ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം കൊണ്ട് നായകനോട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ആ ബിസിനസ്മാന്റെ മകനായ ഈ പ്രൊഡ്യൂസർ ഈ ഒരു ഷൂട്ടിംഗ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു രീതിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതിന് ആ വീട് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നായികക്കിട്ടും നായികന്റെ ഫ്രണ്ട്സ് ആയ ഇവർക്കിട്ടും ഒരുമിച്ചൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ് അയാൾ ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്. കറക്റ്റ് ആയിട്ട് ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷേ പ്രസന്റ്ലി ഇവർക്ക് ആർക്കും അറിയത്തില്ല ആ ബിസിനസ്മാന്റെ മകനാണ് ഈ പ്രൊഡ്യൂസർ എന്ന്. എന്നാൽ നമ്മുടെ നായികയ്ക്കും കൂട്ടുകാർക്കും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവും എന്നുള്ള കാര്യം ആ ബൊമ്മേന്റെ അകത്തുള്ള ആത്മാവായ ഗീതാഞ്ജലിക്ക് അറിയാം. അങ്ങനെ അതിൽ നിന്ന് അവരെ സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഗീതാഞ്ജലി ഈ രീതിക്ക് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അടുത്ത സീനിൽ മിമിക്രി ആർട്ടിസ്റ്റിനെ കാണിക്കുവാണ്. അയാളിപ്പോ ആ ബൊമ്മേനോട് ചോദിക്കുവാണ്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്, ശരിക്കും നീ ആരാണെന്നൊക്കെ. അപ്പൊ ഗീതാഞ്ജലി കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. എന്നിട്ട് എന്നെ എത്രയും വേഗം എന്റെ അനിയത്തിയായ അഞ്ജലിന്റെ അടുത്തേക്ക് എത്തിക്കണമെന്ന് അവള് പറയുവാണ്. അങ്ങനെ ഇപ്പൊ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പം ആ മിമിക്രി ആർട്ടിസ്റ്റ് അതിനൊക്കെ പറയുന്നു. ഇതേ സമയം പ്രേത ബംഗ്ലാവ് കാണിക്കുവാണ്. നാളെയാണ് അവിടെ വെച്ചിട്ട് ഷൂട്ടിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ മൂവിലെ നടിയായ അഞ്ജലിക്ക് സ്റ്റേ ചെയ്യാനായിട്ട് അവിടെ ഒരു റൂമും കൊടുക്കുന്നു. അങ്ങനെ രാത്രി നായിക കിടക്കുന്ന സമയം
സമയം പുറത്തുനിന്ന് അവൾ എന്തോ സൗണ്ട് കേൾക്കുവാണ്. അങ്ങനെ അതെന്താണെന്നറിയാൻ വേണ്ടി അവൾ എഴുന്നേറ്റ് വരുന്ന സമയം അവളുടെ പുറകിലൂടെ ഒരു രൂപം പെട്ടെന്ന് മാറുന്നതായിട്ട് അവൾ കാണുന്നു. അങ്ങനെ അവൾ അലറി വിളിക്കുവാണ്. ഈ സമയം ഇത് കേട്ട് എല്ലാവരും അവിടേക്ക് എഴുന്നേറ്റ് വരുന്നു. എന്നിട്ട് അവളോട് കാര്യം ചോദിക്കുന്നു. ഞാൻ റൂമിൽ കിടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേട്ടു, അത് നോക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് വന്നതാണ്. ആ സമയത്ത് പെട്ടെന്ന് ആരോ എന്റെ പുറകിലൂടെ മാറിയെന്ന് നായിക ഇപ്പോൾ അവരോട് പറയുവാണ്. ഇത് കേൾക്കുന്ന സമയത്ത് അവരാണെങ്കിൽ അതൊക്കെ നിനക്ക് തോന്നിയതായിരിക്കും പറഞ്ഞ് നായികനെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് അവളെ മുറിയിലേക്ക് പറഞ്ഞു വിടുവാണ്. എന്നാൽ നായിക പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം സത്യമാണെന്നുള്ള കാര്യം ആ പ്രൊഡ്യൂസറിന്റെ അസിസ്റ്റന്റിന് മനസ്സിലായി. കാരണം അയാൾ കുറച്ച് ദിവസമായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ അയാൾ പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് ഇന്ന് നടന്ന ഈ കാര്യം പറയുന്നു. സാറിനോട് ഞാനൊന്നും പറഞ്ഞതല്ലേ, ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇപ്പൊ വീണ്ടും വീണ്ടും അതേപോലത്തെ കാര്യങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോഴെങ്കിലും സാറിന് വിശ്വാസം വന്നു എന്നൊക്കെ ചോദിക്കുന്നു. എടാ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ ഈ സമയത്ത് അയാൾ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ പ്രൊഡ്യൂസർ കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് അയാൾ ഒരു വില്ലൻ ചിരിയിരിക്കുവാണ്. ഈ സമയത്ത് അയാൾ മനസ്സിൽ പറയുകയും ചെയ്യുന്നു, വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്ന്. ശാസ്ത്രിന്റെയും കുടുംബത്തിന്റെയും ആത്മാക്കൾ കൂടിയിരിക്കുന്ന സ്ഥലമാണല്ലോ ഇത്. സോ ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് നടത്തി നായികയ്ക്കും അവളുടെ ഫ്രണ്ട്സിനും പണി കൊടുക്കാൻ വേണ്ടിയാണ് ഇയാളെ പ്ലാൻ ചെയ്തത്. ആ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കാൻ തുടങ്ങിയെന്നാണ് അയാളിപ്പോ വിചാരിച്ചത്. ഇവർ ഷൂട്ട് ചെയ്യുന്ന ഈ മൂവിയില് നായികവന്റെ കാമുകനോടൊപ്പം ഇവിടുന്ന് ഒളിച്ചോടുന്നതായിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ശാസ്ത്രീന്റെ ആത്മാവിന് പ്രണയത്തിനോട് അത്രയും ദേഷ്യമായോണ്ട് അത് ചെയ്യുന്ന അവരെ ആ ആത്മാവ് ആക്രമിക്കും. ഇതായിരുന്നു ആ പ്രൊഡ്യൂസർക്ക് വേണ്ടത്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത ദിവസം രാവിലെ ആ സിനിമയിലെ ഷൂട്ടിങ്ങിനായിട്ട് അവിടേക്ക് ഒരു ക്യാമറമാൻ വരുന്നു. ഇയാളൊരു ജോളി ക്യാരക്ടറാണ്. ഇതേസമയം നായിക വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ റെസ്റ്റോറന്റ് കാണിക്കുന്നു. അവിടേക്ക് ഇപ്പൊ ആ ബൊമ്മേനെയും കൊണ്ട് ആ മിമിക്രി ആർട്ടിസ്റ്റ് എത്തുവാണ് അവൾക്ക് ആ ബൊമ്മ കൊടുക്കാൻ വേണ്ടി. എന്നാൽ നായിക അവിടെ ഇല്ലായിരുന്നല്ലോ, അവൾ ആ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി പോയിരിക്കുവായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ റെസ്റ്റോറന്റിലുള്ള ആൾക്കാര് ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം ആ മിമിക്രി ആർട്ടിസ്റ്റിനെ അറിയിക്കുന്നു. അങ്ങനെ ഇപ്പൊ അയാൾ നായികനെ അന്വേഷിച്ച് ആ പ്രേത ബംഗ്ലാവിലേക്ക് വരുവാണ്. ഇതേ സമയത്ത് ആ ബംഗ്ലാവിൽ വെച്ച് അവരുടെ ഷൂട്ടിംഗ് എല്ലാം പോയിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് ഒരു ഷൂട്ട് ചെയ്യുന്നത് പോജോ ബോർഡ് വെച്ചുള്ള ഒരു രംഗമാണ്. പോജോ ബോർഡിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ് അനങ്ങുന്ന പോലെ ഒരു സീൻ ഇവർക്ക് ഷൂട്ട് ചെയ്യണം. അതിനുവേണ്ടി ഗ്ലാസ്സിൽ നൂലെല്ലാം കെട്ടി ഗ്ലാസ് അനങ്ങാനുള്ള സെറ്റപ്പ് എല്ലാം അവർ ചെയ്തു വെക്കുന്നു. എന്നാൽ അവരത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗ്ലാസ് ഓട്ടോമാറ്റിക് ആയിട്ട് അനങ്ങുവാണ്. ഇത് കണ്ട് അവരെല്ലാരും ഷോക്ക് ആവുന്നു. എന്നാൽ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായോണ്ട് അവരത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. എന്നാൽ അന്ന് നൈറ്റ് ആവുന്ന സമയം അവർ കുറച്ചു പേര് അതിന് പുറകിലുള്ള മർമ്മം കണ്ടെത്താൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ശാസ്ത്രിന്റെയും കുടുംബത്തിന്റെ ആത്മാക്കൾ വരുന്നു. അങ്ങനെ അവരെ കണ്ട് ഇവർ അകഞ്ഞെട്ടുന്നു. അടുത്ത സീനിൽ അവർ നേരെ പ്രൊഡ്യൂസറെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. സാറേ ഇവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഇവിടുത്തെ ഷൂട്ടിംഗ് നിർത്തിവെക്കാം. എന്നിട്ട് മറ്റേതെങ്കിലും സ്ഥലം കണ്ടെത്തി നമുക്ക് അവിടേക്ക് ഷൂട്ടിംഗ് മാറ്റാന്നൊക്കെ പറയുന്നു. നിങ്ങൾ പറയുമ്പോൾ ലൊക്കേഷൻ മാറ്റാനും ഷൂട്ടിംഗ് നിങ്ങൾ പറയുന്നത് ചേഞ്ച് ചെയ്യാനൊന്നും എനിക്കിപ്പോ കഴിയില്ല. ഈ മൂവിന്റെ പ്രൊഡ്യൂസർ ഞാനാണ്. സോ ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് ഈ സമയം പ്രൊഡ്യൂസർ അവരോട് കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ട് പറയുന്നു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അവർക്ക് വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നു. എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അവർ ഈ മൂവിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നായികനോടോ ബാക്കി ആർട്ടിസ്റ്റിനോടോ ഒന്നും പറയുന്നില്ല. അവർ ഈ കാര്യം അറിഞ്ഞു പേടിക്കണ്ടെന്ന് വിചാരിച്ച്. അങ്ങനെ ഇപ്പൊ അതിനുവേണ്ടി അവരൊരു നുണയും പറയുന്നു. നിങ്ങൾ ഈ വീട്ടില് പ്രേതത്തിന്റെ ഗെറ്റപ്പിലുള്ള പല ആൾക്കാരെയും കണ്ടെന്ന് വരാം. അവരെല്ലാം നമ്മുടെ ഈ മൂവിയില് ആത്മാക്കളെ റോൾ ചെയ്യാൻ വന്ന ആർട്ടിസ്റ്റുകളാണ്. അവർ ആ ഒരു മേക്കപ്പിൽ നടക്കുന്നതാണ്. സോ അവരെ കണ്ട ആരും പേടിക്കണ്ട. നോർമലായിട്ട് എല്ലാവരോടും പെരുമാറുന്ന രീതിയിൽ അവരോടും പെരുമാറിയാൽ മതി. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ നായകനും നായികയും ക്യാമറമാനും ഉൾപ്പെടെ എല്ലാവരും അത് വിശ്വസിക്കുന്നു. നോർമലായിട്ടുള്ള ആൾക്കാരോട് പെരുമാറുന്ന രീതിയിൽ അവരെ ആത്മാക്കളോട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുവാണ്. അതിലൊരു കോമഡി കലർത്തി മൂവിയുടെ ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ആത്മാക്കൾ ഇതുവരെ അവരുടെ പണി തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പ്രൊഡ്യൂസർ അവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അയാൾ ആഗ്രഹിച്ച ആ സിറ്റുവേഷൻ ഇല്ലേ, അതായത് ആ മൂവിയിലെ രംഗം, അതായത് നായിക ഒളിച്ചോടുന്ന രംഗം, അത് എത്രയും വേഗം ഷൂട്ട് ചെയ്യണമെന്ന് ഡയറക്ടറോട് പറയുവാണ്. അങ്ങനെ ഇപ്പൊ ആ ഒരു സീൻ അവർ മേക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഇതേസമയം അവിടെയുള്ള ആത്മാക്കൾക്ക് ഈ കാഴ്ച കണ്ട് ഒരുപാട് ദേഷ്യം പിടിക്കുന്നു. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് അവരവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. ഈ സമയം ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ ഡൗട്ട് തോന്നി നായിക ഡയറക്ടറോടും അയാളുടെ ആൾക്കാരോടും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോഴാണ് നടന്ന കാര്യങ്ങളെല്ലാം അവർ തുറന്നു പറയുന്നത്. അങ്ങനെ ഇപ്പൊ നായിക സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഈ ഷൂട്ടിംഗ് വേണ്ടാന്ന് നമ്മൾ പറഞ്ഞ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്ത എഗ്രിമെന്റ് ഉപയോഗിച്ച് ആ പ്രൊഡ്യൂസർ നമ്മളെ കുരുക്കും എന്ന് നമുക്ക് നമ്മുടെ ജീവനും വലുതാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണമെന്ന് ആ ഡയറക്ടർ പറയുന്ന സമയം ഒന്നും ആലോചിക്കാനില്ല. അയാളില്ലാത്ത സമയം നോക്കി അയാളെ വീട്ടിൽ കയറി നമുക്ക് ആ ഡോക്യുമെന്റ് അടിച്ചു മാറ്റാം, അത് നശിപ്പിച്ച പ്രശ്നം കഴിഞ്ഞില്ലേ. ഇങ്ങനെ നായിക പറയുമ്പോൾ അത് നല്ല ബുദ്ധിയാണെന്ന് അവരും പറയുന്നു. അങ്ങനെ പറ്റിയ സമയം നോക്കി അവരെല്ലാരും കൂടി കൂടി ആ പ്രൊഡ്യൂസറുടെ വീട്ടിൽ കയറുവാണ് ആ ഡോക്യുമെന്റ് അടിച്ചു മാറ്റാൻ വേണ്ടി. അങ്ങനെ അയാളുടെ വീട്ടിലെത്തുന്ന സമയം അയാളുടെ അച്ഛന്റെ വലിയൊരു ഫോട്ടോ അവരോട് കാണുന്നു. അങ്ങനെ ഇയാളുടെ മകനാണ് ആ പ്രൊഡ്യൂസറിന് മനസ്സിലാകുമ്പോൾ ഇയാൾ എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവർക്ക് കണക്ട് ആയി. അന്ന് ഇയാളെ ഗീതാഞ്ജലിനെ ഇല്ലാതാക്കിയപ്പോ ആ ഒരു കാര്യത്തിന്റെ പേരില് നായിക അവളുടെ ഈ ഫ്രണ്ട്സും അയാൾക്കിട്ട് ഒരുപാട് പണിതാണ്. ഈ ഒരു ദേഷ്യം അയാളുടെ മകനായ ആ പ്രൊഡ്യൂസർക്ക് ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എത്രയും വേഗം ഡോക്യുമെന്റ്സും കൈക്കലാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് അവരങ്ങനെ വിചാരിക്കുന്ന അതേ സമയം തന്നെ ആ പ്രൊഡ്യൂസർ കറക്റ്റ് അവിടേക്ക് വരുന്നു. അങ്ങനെ അയാൾ ഈ കാഴ്ച കാണുവാണ്. അതായത് അവരിവിടെ കയറിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അയാൾ അവരോട് പറയുവാണ്, ഇനി ആത്മാക്കളല്ല നിങ്ങളുടെ കഥ തീർക്കാൻ പോകുന്നത്, ഞാനാണ്. ഇങ്ങനെയും പറഞ്ഞ അയാളാണെങ്കിൽ അവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു.
അപ്പോഴേക്കും നമ്മുടെ നായികയും ഗ്യാങ്ങും കൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. ഇതേ സമയം തന്നെ അവരുടെ അടുത്തേക്ക് ആ മിമിക്രി ആർട്ടിസ്റ്റ് ആ ബൊമ്മേനെയും കൊണ്ട് എത്തുന്നു. ഈ സമയം ആ ബൊമ്മേന്റെ അകത്തുണ്ടായിരുന്ന ഗീതാഞ്ജലിന്റെ ആത്മാവ് പുറത്തു വരുവാണ്. എന്നിട്ട് നായികന്റെ ശരീരത്തിൽ കയറുന്നു. എന്നിട്ട് ഇവരെ ആക്രമിക്കാൻ വേണ്ടി വന്ന ആ പ്രൊഡ്യൂസറെ വേണ്ട രീതിയിൽ അഞ്ജലിന്റെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഗീതാഞ്ജലി നേരിടുവാണ്. അങ്ങനെ ഒരു വലിയ ഫൈറ്റിനൊടുവില് ഗീതാഞ്ജലിന്റെ ആത്മാവ് ആ പ്രൊഡ്യൂസറെ കൊന്നു കളയുന്നു. അങ്ങനെ അനീത്തിനെയും കൂട്ടുകാരെ സേവ് ചെയ്ത് അവരെ സേഫാക്കി ഗീതാഞ്ജലിയുടെ ആത്മാവ് ആ ലോകം വിട്ടു പോവുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അതിന്റെ ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് ഞങ്ങൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.